സാറേ ഇതാ ഞാൻ പറഞ്ഞ കലീൽ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ. ഏത് ചെക്കൻ്റെ? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലാസ ആണോ? ആ ഇരിക്കിരിക്കെ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി? സാറേ അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൻ അത്ര നല്ലൊരൊന്നല്ല. ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാ. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കല്. ഏതാണ് ഇവൻ? നമ്മൾ ചെങ്ങായ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാറേ അതൊന്ന് സഹായിക്കാൻ നമ്മളെ. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇവിടെ ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കേട്ടേ അതെ ഇത് 1500 ഉള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ വരെ പറഞ്ഞു വിട്ടോളൂ. ആ ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകിട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ, ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവന്മാർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും ചെല്ലുന്നു. ഇന്ന് കയറ്റിക്കെന്താ ഇടപാട്? അത് കുഴഞ്ഞു കുഴഞ്ഞ കേസാണ് സാറേ. ഇർഫോ ഇപ്പം നമ്മളിപ്പോൾ പോരെ. അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അനക്ക് എന്തിൻ്റെ ആടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കട്ടാ. ഈ കണ്ട ചെറുമി പെണ്ണുങ്ങളോട് കൂത്താടി നടന്നടാ. എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാം. എന്ത് വർത്താനാ പറയണത് മോളെ? ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളൂ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ വിട്ടോ? ഞാൻ വേറെ കൊണ്ടത്തോടി മോനെ ചെങ്കിലൊന്നാണ്. ചോർത്തിതാവണ്ട, എനിക്കറിയാം എന്റെ വീട്ടുകാരെ കേട്ടാ. ചെക്കൻ കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കൻ്റെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞാനേ താൻ. ചോദിക്കാനും പറയാനും ഇങ്ങനെ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കലിയിലെ. കാര്യങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ ചെക്കനെ കേടൊന്നും കൂടാതെ പുറത്തെത്തിക്കണ്ടേ? നിങ്ങൾ എന്താ ചെയ്തോട്. അസ്സലാമലൈക്കും. വെരി കേട്ടി. കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഡീലാക്കണം. ഇക്കണക്കിന് പോയാൽ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു തന്നെയാ തോന്നുന്നത്. ഈ ഗലിയിൽ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കുക. നിങ്ങൾ വരി, എനിക്കൊരു കാര്യം പറയാം. ചായ വരട്ടെ കയ്യിൽ 2 ചായ കൂടി. നല്ല കലിയിലേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെ വരുന്നത് ഇങ്ങനെ എടുത്ത്? അതൊന്നും എനിക്കറിയണ്ട. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമായി. ഒരാഴ്ചക്കുള്ളിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. എന്താ ഇവിടെ പഠിക്കണ്ട? അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റാ?
പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റ്. ആ എൻ്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്റ്റ്? ഇർഫാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ ഒരാഴ്ചത്തേക്ക്? അതിനെന്താ, ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഈ അങ്ങാടിക്ക് വന്നാൽ എനക്കെന്താടാ ചെറുമിപ്പണ്ണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജി കുടുംബത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എൻ്റെ പുറപ്പാട്. ഓനക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ ജിമുണ്ടല്ലേ? ഇർഫോ, ഈ കലീൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഓ ഈ വലിയ പരസായ അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ പല തറവാടുന്ന് സഹായം കിട്ടിയേ. ജെ പാസാക്കലിന്റെ അഞ്ചനായിട്ടാ. എന്നാ പ്ലാസാക്കല്ലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്ക് ഓളെ ഇഷ്ടമാണ്. ഞാൻ ഓളെ തന്നെ എനിക്ക് ആഴിക്കോളൂ കേട്ടാ. മഹല് നന്നാണെങ്കിൽ ആദ്യം എന്റെ പേര് നന്നാവണം. എന്നാലേ ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. എനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്. മാനം കളയാനായിട്ട് സമാധാനായില്ലപ്പോ? ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോൾ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണ പോലെ. ആ നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. എന്നെ കൊണ്ട് കുറ്റമായിട്ടെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് തുറന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. വിശാല ഇവളെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഇനി സമയങ്ങളേണ്ട. കടലാസിലൊക്കെ ഒപ്പിടിച്ച് അവനെ വേഗം കോടതിയിൽ ഹാജരാക്കാൻ നോക്കും.